ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ട വെള്ളം ലീക്കായിട്ട് പോകുന്നു. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് തുറന്നു വിടുക. കാണാം, സൗണ്ട് കേൾക്കാം. ഇത് നമ്മൾ ഫുള്ളായിട്ട് തുറന്നു വിടുമ്പോഴത്തേക്കുണ്ടോ വെള്ളം ശക്തിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെന്താണ് ഓവർഫ്ലോ ആയിട്ട് ശക്തിയായിട്ട് പോകുമെന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ പൂട്ടി, ഇനിയിപ്പോൾ തുറന്നു നോക്കാനായിട്ട് പോവാ. നമ്മൾ സ്ക്രൂ ഒക്കെ അയച്ചിട്ടുണ്ട്. കുതിരയെ പിടിച്ച് പൊക്കി നോക്കുവാണ്. ഇതെന്താണ് ഇതിൻ്റെ നിലവിൽ ഇതിൻ്റെ അത്ര അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. ഈ ലോക്കാണ്, ലോക്ക് നടക്കണം. രണ്ട് കൈ നിങ്ങൾ മാറ്റിയെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. കുതിരയെ നമ്മൾ പിരിച്ചെടുക്കുകയാണ്. കുതിരയെ പിരിച്ചെടുത്തു. ഇനി നമുക്ക് പയ്യെ പൊക്കിയാണ് നോക്കാം. ഇതിങ്ങനെ പൊക്കിയാണ് നോക്കിയാണ് നല്ല പഴക്കമുള്ള ബോക്സും വാട്ടറും നടക്കുന്നത്. പിന്നെ അതിൽ മെക്കാനിസം ഒന്ന് നോക്കാം. ഇതിനകത്ത് മിക്കവാറും കരടും പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നതായിരിക്കും. അപ്പോൾ അവനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ അവനൊന്ന് അഴിച്ചെടുക്കാം. ഇപ്പം ഇടത്തേക്കൊന്ന് ശരിക്കും ഇടത്തേക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. പയ്യെ ഇതുകൊണ്ടാണ് ഇതുപോലെ ഊരിപ്പോകും. ഇതാണ് ഊരിപ്പോകും. ഇതാണ് ഇതിൻ്റെ വാഷർ. ഇപ്പോൾ കരടും പൊടിയും കയറുന്നതായിരിക്കും. അപ്പോൾ ഇത് പൊക്കിയെടുത്തതിന് ശേഷം നമുക്ക് താഴെയുള്ളത് നോക്കാം. താഴെ എൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടോ പഞ്ഞി, അതാണ് സംഭവം. ഇതിനകത്ത് സംഭവിച്ച കേസ് ഇത് കണ്ടും തകർക്കുന്നുണ്ടോ? ഇതിനകത്ത് എങ്ങനെയാണ് പഞ്ഞി വന്ന്? ഇതാ സംഭവം. ഇതുണ്ടോ കയ്യെ കെട്ടിയിരുന്ന പഞ്ഞിയോ ബാൻഡേജ് ഏതാണ്ട് വന്ന് അടഞ്ഞാണ്. ഇതുണ്ടോ മറ്റേ വെച്ചതുണ്ടോ? ഉണ്ടോ പഞ്ഞി വന്നിട്ട് ആ വാഷർ ഇടയ്ക്ക് കയറി ഇരുന്നതാണിത്. ഇതുണ്ടോ ഇത് വന്ന് അടഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതുകൊണ്ടാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നതിൻ്റെ കാരണം. കണ്ട. അപ്പോൾ ഈ വാഷർ ചേരാണ്ട് വരും. ആ പഞ്ഞി ഇതിനകത്ത് തുറന്നിട്ട് പഞ്ഞി ഇട്ടതുകൊണ്ടാണ് അത് അടഞ്ഞു പോയത്. കണ്ട. ആ പഞ്ഞി എടുത്തു കഴിഞ്ഞ് ഇനി അത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ആവും. ഇപ്പോൾ കണ്ടോ അത് വെള്ളം പോകാൻ കാരണം എന്താണെന്നുള്ളൂ. ഇതിനകത്ത് ഇതുപോലെ കണ്ടോ എങ്ങനെയോ പഞ്ഞി വന്നതാണ്, അതിനകത്തേക്ക് ഇട്ടതാണ്. വേസ്റ്റ് ബക്കറ്റാന്ന് ഓർത്ത് ഇട്ടതായിരിക്കും ചിലപ്പം തുറന്നിട്ട്. അതുകൊണ്ടാണ് സംഭവിച്ചത്. ഇനിയിപ്പോൾ വീണ്ടും റീഫിറ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് എൻ്റെ വാഷർ. ഈ വാഷറിനിടയ്ക്ക് ചെറിയൊരു മുടിനാര് വന്നാൽ പോലും വെള്ളം ലീക്കാവും. ഇവിടെ പറ്റി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്ന പ്രതലത്തിൽ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്. വേണ്ട, ഇതിങ്ങനെ ലോക്ക് ചെയ്യുന്നു. അപ്പം ഇതിനകത്തേക്ക് വീണ്ടും പിടിപ്പിക്കുക. നോക്കി കാണിച്ചുകൊണ്ട് നേരെ പിടിച്ച് ഇതിനകത്തേക്ക് ആ പഴയ സ്ഥാനത്തേക്ക് തന്നെ നമ്മളിത് ഇങ്ങനെ ഉറപ്പിക്കാവുന്ന നിങ്ങൾ വെച്ചിട്ട് ഇടത്തേക്കാണ് നമ്മൾ തിരിച്ചെടുത്ത്. ഇതുണ്ട് വലത്തേക്ക് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം വെച്ചാൽ ഇനിയിപ്പം നമുക്ക് തുറന്നു വിടാം വെള്ളം. എങ്ങനെയാണ് വെള്ളം നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. വെള്ളം നിറയുന്നു. ഇപ്പം നമുക്ക് പൊട്ടി നോക്കാം. കണ്ടോ ഇപ്പോൾ കണ്ടോ ലീക്ക് ചെയ്യുന്നില്ല. ഇപ്പം ലീക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ആ വാഷറിനിടയ്ക്ക് പഞ്ഞി വന്നുകൊണ്ടാണ് വെള്ളം അതിലേക്ക് ചാടിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് റിപ്പയർ ചെയ്യുന്നത്. ഇത് റിപ്പയർ ചെയ്യുന്ന വശം ഇങ്ങനെയാണ്. ഇപ്പം വെള്ളം കണ്ടോ, വെള്ളം വന്നിരിക്കുന്നു. ഇതിനകത്ത് നോക്കണ്ടോ ഒരു തുള്ളി പോലും പോകുന്നില്ല. അതിൻ്റെ കാരണം ഒരു കാരണവശാലും കരടോ പൊടിയോ സാധനങ്ങളോ ഇതിനിടയ്ക്ക് വരാൻ പാടില്ല. ഇതിനകത്ത് വെള്ളം ചാടുവാണെങ്കിലും നല്ല വെള്ളം വേണം ചാടാൻ. കരടും പൊടിയൊന്നും വരാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. കണ്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ചാടുന്നില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ റിപ്പയർ. ഇപ്പോൾ കണ്ടോ വെള്ളം നിന്നേക്കുന്നുണ്ടോ? വെള്ളം നിന്നു വേണ്ട. കണ്ടോ ഒരു തുള്ളി പോലും
വെള്ളം ലീക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ലീക്ക് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മുറുക്കാൻ പോവാണ്. മുറുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ലിവർ നമ്മുടെ കുതിരയെ ഫിറ്റ് ചെയ്യണം. വേണ്ട, ഇതിനകത്ത് ഇത് കറക്റ്റ് പൊസിഷൻ പിടിച്ചിട്ടുള്ള കുതിരയെ വെക്കാനായിട്ട് വേണ്ട, ഇത് പിടിക്കുക, പൊക്കി പിടിക്കുക, ഈ കുതിര ഇട്ടൊന്ന് മുറുക്കുക. നല്ല പവറാണ് ഉള്ളതിന്. എന്നിട്ട് എന്താ കുതിര വന്നു പോയതുകൊണ്ടോ വെള്ളം താമസിക്കുമ്പോഴത്തേക്ക് ഇത് ഒറ്റ സ്ക്രൂ സൈഡിൽ കൂടെയാണ് സാധാരണ സ്ക്രൂ ഫിറ്റ് ചെയ്യാറുള്ളത്. ഇതിപ്പം ഫ്രണ്ടിൽ നിന്നാണ് സ്ക്രൂ വെച്ചിരിക്കുന്നത്. ആണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ചെയ്യുവാണ്.